ശക്തമായ സമരം. ഇത് ഏകാംഗ സമരമാണ്, ഒരു മകൻ്റെ കൂടി പ്രതിഷേധമാണ്, ഒരു പിതാവിനെ അവമാനിക്കുവാനുള്ള ശ്രമത്തിനുള്ള പ്രതിഷേധം കൂടിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ 9 വർഷമായി ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നു. വലിയ അവകാശവാദമാണ്. ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂള് ഞങ്ങളാണ് വലുതാക്കിയത്, ഞങ്ങളാണ് നടത്തി. അദ്ദേഹം കൊടുത്ത കടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി കൊടുത്തതുണ്ട്. ഈ സിവിൽ സ്റ്റേഷൻ എന്താ ഇവരങ്ങ് നടത്താത്തത്? അദ്ദേഹം കൊടുത്ത 1 കോടി, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്ത 1 കോടി രൂപയെ പണിച്ചിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എന്ന് മാറിയോ അന്ന് തൊട്ടിയത അവസ്ഥ. 5 വർഷത്തിൽ ഏറെയായി ഇത് ഇങ്ങനെ നിൽക്കുക. ഒരു കല്ല് പോലും എടുത്തു വെച്ചിട്ടില്ല. ഈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇതാ 2ാം ഘട്ടം ഉദ്ഘാടനം. 1ാം ഘട്ടം പൂർത്തിയാക്കിയിട്ടല്ലേ 2ാം ഘട്ടം. എന്തിയെ 1ാം ഘട്ടം എന്തിയെ? നിങ്ങൾ പോയി കാണിക്കണം, കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. ഇത് ഈ മണ്ഡലത്തിലൂടെ എല്ലാ തലത്തിലും, തൊട്ടപ്പുറത്ത് തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി, അവിടെയും ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. 9 വർഷം മുമ്പ് എങ്ങനെയാണോ അത് തന്നെ ഇപ്പോഴും. അവരപ്പുറത്തെ പാലം, അയർക്കുന്നത്തെ പാലം, അവിടെ ഏറ്റുമാനൂരോട്ട് പ്രിയപ്പെട്ട മന്ത്രി വാസവൻ സാറായിരുന്നു വരായിരുന്നു, അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലോട് ചേർന്ന് നിൽക്കുന്ന പാലം, ആ പാലം ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ്. ഇങ്ങനെ ഇപ്പോൾ മണർകാട് പഞ്ചായത്തിലെ കളിസ്ഥലം 6 മാസക്കാലം പിടിച്ചു വെച്ചിട്ട് ഇലക്ഷൻ ആയപ്പോൾ ഒരു സ്റ്റണ്ടുമായിട്ട് വന്നിരിക്കുക. ഇത് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ നിലപാട്. അതങ്ങനെ വിട്ടുകൊടുക്കുന്ന കാര്യമില്ല. കഴിഞ്ഞ ദിവസവും ഞാനൊന്ന് പ്രതിഷേധിക്കുന്നത് വെച്ചാണ്, എന്നെ അറിയിക്കാതെ എന്നെ അവിടെ അധ്യക്ഷനാക്കി വെച്ചു. ഈ തലപ്പാടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തിയ ചടങ്ങിൽ എന്നെ അറിയിക്കാതെ അധ്യക്ഷൻ. ഇവിടെ അത് തന്നെയാണ്. സ്ഥിരം ഈ മണ്ഡലത്തിൽ 2 മന്ത്രിമാർ വന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു, പരിപാടികൾ പങ്കെടുക്കുന്നു. MLA അധ്യക്ഷനല്ല. ഇപ്പോൾ അധ്യക്ഷനാക്കുമ്പോൾ പറയത്തുമില്ല, അറിയിക്കത്തുമില്ല, എൻ്റെ പേര് വെച്ചുകൊണ്ട് ഉപയോഗിക്കുകയും. അതുകൊണ്ട് അത് അംഗീകരിച്ച് പോകുന്ന സാഹചര്യമില്ല. ശക്തമായ സമരം. ഇത് ഏകാംഗ സമരമാണ്, ഒരു മകൻ്റെ കൂടി പ്രതിഷേധമാണ്, ഒരു പിതാവിനെ അവമാനിക്കുവാനുള്ള ശ്രമത്തിനുള്ള പ്രതിഷേധം കൂടിയാണ്.